啊，有了可以检测。അസ്സലാമലൈക്കും. ചൈനീസ് ന്യൂ ഇയറിലെ കുറച്ച് വിശേഷങ്ങളിലോട്ട് കിടക്കാം. എങ്ങനെയാണ് ചൈനീസ് ന്യൂ ഇയർ, എന്താണ് ഇതിലെ പ്രോഗ്രാം എന്നൊക്കെ ഒന്ന് കാണും. എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഫെബ്രുവരി 17 ചൈനീസ് ന്യൂ ഇയർ എങ്കിലും അതിനൊരാഴ്ച മുമ്പേ ഇവർ അതിൻ്റേതായിട്ടുള്ള ഫെസ്റ്റിവൽസും കാർണിവൽസും കുറച്ച് എക്സിബിഷനൊക്കെ അറേഞ്ച് ചെയ്യുകയും നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ലേക്കിൽ അവർ അറേഞ്ച് ചെയ്തത് ഇങ്ങനെയാണ് കേട്ടോ. എഴുതിയിരിക്കുന്നത് കെച്ചാവോ എന്ന് ആണ് കേട്ടോ. കെച്ചാവോ സംതിങ് വിഷ് എന്തോ ആണ്, കറക്റ്റായിട്ട് അറിയില്ല. ഒരു വേർഡ് കച്ചാവോ എന്നാണ്. കച്ചാവോ എന്ന് അവർ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് അങ്ങനെ ക്യൂ ഇട്ടിട്ടാണെങ്കിലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യേണ്ടത് കച്ചാവോ എന്നാണ് കേട്ടോ. അപ്പോൾ കച്ചാവോ എന്താണെന്നുള്ളതാണ് ആ കംപ്ലീറ്റ് പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ കച്ചാവോ തന്നെ കുറേ സ്ഥലങ്ങളുണ്ട്, നമ്മളൊക്കെ കണ്ടേക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതായത് ഞെക്കിക്കഴിഞ്ഞാൽ നമ്പർ മാറും. അതായത് നമ്മളും ബ്ലെസ്ഡ് പീപ്പിളിൽ ഇൻക്ലൂഡായി എന്നാണ് കേട്ടോ അവിടെ എഴുതിയേക്കുന്നത്, നമ്മൾ അറിയിച്ചേക്കുന്നത്. പിന്നെ കുറേ സ്റ്റാളുകളുണ്ട്. നമ്മൾ വന്നിടയ്ക്ക് തന്നെ അവിടെ കെട എന്ന് എഴുതിയിട്ടുണ്ട്. കട എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. നമ്മൾ ഇന്ത്യക്കാരെയും കൂടി കൂടുതൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു സ്റ്റാളാണ് കേട്ടോ. പരിപാടികളൊക്കെ ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് കംപ്ലീറ്റ് സ്റ്റാളുകളും ഫുഡ് ഐറ്റംസും അതുപോലെ കരകൗശല വസ്തുക്കളും ഉള്ളൊരു ഉത്സവപ്പറമ്പ് മൂടായിരിക്കും കേട്ടോ. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ പാട്ടും കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഉത്സവത്തിന് പോയാൽ എങ്ങനെയാണോ അതുപോലെയൊക്കെ, അല്ലെങ്കിൽ ഒരു വലിയൊരു കല്യാണ ഫംഗ്ഷന് റിസപ്ഷന് പോയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇവരുടേതായിട്ടുള്ളൊരു ട്രഡീഷണൽ ടച്ചും കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇവരുടെ കളർ എടുത്തു പറയേണ്ടത് റെഡായിരിക്കും. ഫുള്ളൊരു റെഡ് മയമായിരിക്കും. ഇവർ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ വരാനായിട്ട് കാത്തിരിക്കുകയും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണോ അവരുടെ ഉള്ളിലൊരു സ്കില്ലുള്ളത് അതൊട്ടനെ അവരത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യും. ഇതുപോലെ അവർ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ കഴിവുകളാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. അതിനിടക്കാണ് ഞാൻ പെട്ടെന്ന് ഒരു താടിയുള്ളൊരു ചൈനീസ് അപ്പൂപ്പനെ കാണുന്നത്. ഇല്ലയെന്നല്ല, ഭയങ്കര റെയറാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഉണ്ടോ ഇത്രയും താടിയുള്ളൊരു ചൈനീസുകാരനെ കാണുന്നത്. ചൈനീസുകാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയും അത് ഏജ് അതിലൊരു എന്താ പറയുക ക്രൈറ്റീരിയ അല്ല. ഏത് ഏജുകാരും എങ്ങനെയുള്ളവരും ഒക്കെ അവർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമുക്കത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയും എന്നിട്ട് കിട്ടുന്ന പൈസക്ക് മാക്സിമം എൻജോയ് ചെയ്യും. അതായത് അത് പിന്നത്തേക്ക് വെക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ വൻ ചിലവ് എന്ന് പറയാനായിട്ട് ഇവർക്കൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾക്ക് ഒരു കല്യാണത്തിൻ്റെ ചിലവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കോടികളാണ് വരുന്നത്. ഇവർക്ക് കല്യാണമൊക്കെ ഭയങ്കര സിമ്പിളാണ്. അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്. വേറെ കാണിക്കാനോ ആചാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പകരം ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പുറത്ത് പോവുക, മാക്സിമം അങ്ങോട്ട് എൻജോയ് ചെയ്യുക, ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കുക, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കാം, ഇഷ്ടമുള്ളതിനൊക്കെ അതിനൊക്കെ അവർ കാശ് ചിലവാക്കാൻ ഒരു മടിയില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ നമുക്ക് നോക്കിയാൽ കാണും എപ്പോഴും എല്ലാവരും പുറത്തുണ്ടാകും. ഒട്ടും വയ്യെങ്കിൽ കൂടിയും ഭയങ്കര ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും എങ്ങനെയാണോ വീൽ ചെയറിൽ ഒട്ടും, അതായത് ഇപ്പോൾ വീൽ ചെയറിൽ പോലും ഒരു സഹായം ആവശ്യമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ വരെ പുറത്തുണ്ടാകും. അവരെപ്പോഴും പുറത്തേക്ക് ഇറങ്ങും. ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിനെ കൊണ്ടിട്ട് അമ്മമാർ എപ്പോഴും കിട്ടുന്നു അപ്പം തന്നെ പുറത്തോട്ട് ചാടും കേട്ടോ. അങ്ങനെ വീടിൻ്റെ ഉള്ളിലിരിക്കുന്നുള്ളൊരു സ്ഥിതി അവർക്ക് അങ്ങനെ ഒരു ഇത് അവർക്കില്ല.
അവർ ഏൺ ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക, അതാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. പറഞ്ഞു തന്നപ്പോൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. ഇവിടെ നമുക്ക് കുറച്ച് അവർ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ചീപ്പ്. അപ്പം അതിലെഴുതിയേക്കുന്നത് നമ്മൾ വിഷ് ചെയ്തേക്കുന്ന രീതിയിലാണ്, ബ്ലെസ്ഡ് ആയിട്ട് ആര് വാങ്ങിക്കുന്നു അവർ ബ്ലെസ്ഡ് ആണ് എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ നമ്മുടെ ചൈനീസുകാരുടെ മെയിൻ സാധനമായിട്ടുള്ള ആ വിഷറി ഞാൻ കണ്ടു. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു ചൈനീസ് ഒരു ടച്ച് ഫീൽ ചെയ്യും എപ്പോൾ വിഷറി കണ്ടുകഴിഞ്ഞാലും. നമുക്കങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസിലോട്ടൊക്കെ എത്തി. കുറേ പോപ്കോൺ ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ സോസേജും കാര്യങ്ങളൊക്കെ അവർ പൊരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹലാലാണെന്ന് കൂടി നമുക്ക് നോക്കണമായിരുന്നു. അതുകൊണ്ട് കുറേയൊന്നും കഴിക്കാൻ പറ്റില്ല, നമ്മൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. ഈ ഒരു കുതിര ഇവരുടെ ന്യൂ ഇയറിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു സിമ്പിളാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ സിമ്പിളിനർത്ഥം കുതിര ഇങ്ങനെ എപ്പോഴും കുതിച്ചുകൊണ്ട് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു മൃഗമാണല്ലോ. അപ്പം അതുപോലൊരു വർഷമാകട്ടെ എന്നും അങ്ങനെ ആയിരിക്കണം എന്ന് ഞാൻ നിഗമനിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വേറെ വെജും നോൺ വെജൊക്കെ ആയിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്കത് പറഞ്ഞ് ഏതൊക്കെയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവർ ഗ്രില്ല് ചെയ്ത് തരും. ഇത് ഇച്ചിരി പുളിയുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ബെറീസോ ഫ്രൂട്ട്സോ പഞ്ചസാരയിൽ ഒരു മുക്കിയെടുത്തിട്ട് പിന്നെ ഉറച്ചിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ചില്ല് പോലെ ഇരിക്കും, കടിച്ചിട്ട് ഇങ്ങനെ ഉള്ളിൽ ആ ഫ്രൂട്ടും ഒക്കെ ആയിട്ട് അത് അടിപൊളിയാണ്. ഇത് നമ്മുടെ പൂടമിഠായി. പക്ഷേ പൂടമിഠായി അവർ വേറെ ആകൃതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 ചെവിയൊക്കെ ആയിട്ട് കുട്ടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒരു പൂടമിഠായിക്ക് 250 രൂപയായിരുന്നു. നമ്മളതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. 10 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന സാധനം 25 RMB എന്ന് പറയുമ്പോൾ ഒരു 300 രൂപയ്ക്ക് അടുത്ത് എന്തായാലും വരും. നമ്മളിവിടെ കയറിയിട്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. വാഫിളാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുന്ന സാധനം എന്താണെന്ന് വെച്ചിട്ട് തരും, ഐസ്ക്രീമോ അല്ലെങ്കിൽ ക്രീമോ. നമ്മൾ രണ്ടും കൂടി മിക്സ് പറഞ്ഞായിരുന്നു കേട്ടോ, ക്രീമും ഐസ്ക്രീമും. പിന്നെ എല്ലാം നമ്മൾ ഓറിയോ എടുത്തു. അപ്പം ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കണം ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാണ്. എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ട്. ശരിക്കും ഇവരുടെ രീതി നല്ലതാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. കഷ്ടപ്പെടുക, അത് മാക്സിമം എൻജോയ് ചെയ്യുക, കഷ്ടപ്പെടുക, തിന്നുക, കഷ്ടപ്പെടുക, ആസ്വദിക്കുക എന്ന് പറയുന്നത്. ഗാനമേളയും പരിപാടിയൊക്കെയാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പേരുണ്ട് പ്രേക്ഷകരായിട്ട്. ഞങ്ങൾ കുറച്ചു നേരം നിന്നിട്ട് പോയി. നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ പാട്ടുകളൊന്നും അല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. കുറച്ചു നേരം ഇരുന്നു എന്തെങ്ങനെയാന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ ന്യൂ ഇയറിലെ വിശേഷങ്ങൾ. നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തു. ശരിക്കും അവരുടെ ജീവിതത്തെ തൊട്ടറിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവിടെ എല്ലാവരുടെയും ആ സ്റ്റോളുകളിലൂടെ നടന്നപ്പോൾ നമ്മൾ ഒരുപാട് ഇൻട്രാക്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോട് ഒരുപാട് സംസാരിച്ചു, കുറേ പേരോട്. അങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു അടിപൊളി ഡേ ആയിട്ട് ഫീൽ ചെയ്തു. അൽഹംദുലില്ലാ. അറിയാൻ പറ്റുമല്ലോ വേറൊരു കൾച്ചറും വേറൊരു ട്രഡീഷനും. അത് തന്നെ വലിയൊരു അനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ദൂരെ നിന്നിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. ഭയങ്കര മനോഹരമായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു. അപ്പോൾ ദൂരെ നിന്നിട്ട് ഒന്നുകൂടി ഞാനൊന്നെടുത്ത് ആ തൂണും എല്ലാം ലൈറ്റായിട്ട് കത്തിക്കുന്ന കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറത്തും അവർ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടിട്ട് നമുക്ക് പോകാം.